പ്രിയപ്പെട്ടവരെ, വളരെ സാധാരണക്കാരായ എന്നാൽ സത്യസന്ധരായ രണ്ട് മനുഷ്യരുടെ കാര്യം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാൻ സാധാരണ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ്. അവിടെ തമിഴ്നാട്ടുകാരായ രണ്ട് പേര് പെട്രോൾ അടിക്കാനായിട്ട് നിൽക്കുന്നത്. അത് അമ്മാവനും മരുമകനുമാണ്. അമ്മാവന് ഒരു 60 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. മരുമകന് ഒരു 30 വയസ്സിനടുത്ത് പ്രായമാണുള്ളത്. ഞാൻ ഒരു ദിവസം എനിക്ക് ആ പെട്രോൾ പമ്പ് പ്രിയങ്കരമായി മാറിയത് ഈ രണ്ട് മനുഷ്യരുടെ ആ പെരുമാറ്റം കൊണ്ടാണ്. എത്രയോ സൗഹൃദപൂർവമായിട്ടാണ് അവര് നമ്മളോട് ഇടപെടുന്നത്. ഒരു ദിവസം ഞാൻ അവിടെ പെട്രോൾ അടിക്കാനായിട്ട് ചെല്ലുമ്പോൾ 1200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറയുന്നു. പക്ഷേ ഞാൻ അബദ്ധവശാത്തിൽ 1300 രൂപ കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് അവിടെ ഈ അമ്മാവൻ അത് എടുത്ത് എണ്ണി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ 100 രൂപ കൂടുതലുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അതിനു മുമ്പ് എനിക്ക് വേറൊരു അനുഭവം ഉണ്ട്. ഇതുപോലെ പൈസ കൂടുതൽ കൊടുത്തു എന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ അയാളോട് ചോദിക്കുമ്പോൾ അങ്ങനെയില്ല, കറക്റ്റ് പൈസയാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ആ പൈസ അയാൾ മുക്കിയതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ സത്യസന്ധമായിട്ട് ഇയാള് ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട്, എനിക്ക് സംശയം പോലും ഇല്ലായിരുന്നപ്പോൾ ഇങ്ങോട്ട് തന്നത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ആ സത്യസന്ധത എൻ്റെ ഹൃദയത്തിൽ പതിച്ചു. ഞാൻ പിന്നീട് അവിടെ നിന്ന് തന്നെ പെട്രോൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മനുഷ്യർ, ഈ പറയുന്ന അമ്മാവനും മരുമകനും, അവരുടെ ഇടപെടലൊക്കെ നല്ല രീതിയിലായി. ഞാൻ ഈ ഓണത്തിന്റെ അവസരത്തിൽ ഇന്ന് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഞാൻ 1300 രൂപ, മരുമകനാണ് അവിടെ ഉള്ളത്, 1300 രൂപ കൊടുത്തിട്ട് 1200 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്നറിയാം എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഞാൻ മീറ്ററിൽ നോക്കുമ്പോൾ 1300 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചില്ല് തുറന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇല്ല അച്ഛാ, അച്ഛൻ 1200 എന്ന് പറഞ്ഞു, പക്ഷെ ഇത് 1300 ഉണ്ടായിരുന്നു, ഞാൻ അതിനടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഓണമായതുകൊണ്ട് 100 രൂപ അതെന്റെ ഒരു ഇതാണ്, ഞാനത് തരുന്നതാണ്. ഞാൻ എന്നിട്ട് ഈ മരുമകനും ഈ അമ്മാവനും 100 രൂപ വെച്ച് കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ലോകത്തില് സത്യസന്ധത, നന്മ, ആത്മാർത്ഥത, സൗഹൃദം ഇതെല്ലാം അന്യം നിൽക്കുകയാണ്. തമിഴ്നാട്ടുകാരായ രണ്ട് പാവപ്പെട്ടവര്, ഹൈന്ദവരാണ് അവര് കാണിച്ച ആ ആത്മാർത്ഥതയും ആ ഒരു സത്യസന്ധതയും അതിനെ വിലമതിക്കാതെ നമുക്ക് പോകാനാകില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യര് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം.